നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ഒരു കമൻറ്റാണ് നമ്മൾ മേടിച്ച RC കാറിൻ്റെ വർക്ക് എന്തായെന്ന്. ഈ കാറിൻ്റെ ഓൾറെഡി 2 പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. നിങ്ങളും അതുപോലെ തന്നെ ഞാനും കുറേ നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ഔട്ടൊന്ന് കാണാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി പുറത്ത് കിടപ്പുണ്ട്. വണ്ടി ഇപ്പോൾ അകത്തേക്ക് വരാൻ പോവാണ്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കുവാണ്. ഓക്കെ, കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള സമയം എഫേർട്ടും എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വണ്ടി ഈ ലെവൽ വരെ എത്തിയെന്നുള്ള കാര്യം നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നുണ്ട്. ഈ കാണുന്ന ഒരു ബോക്സ് നിറച്ച് ഈ വണ്ടിക്ക് വേണ്ടി നമ്മൾ കസ്റ്റമായിട്ട് ചെയ്തെടുത്ത അക്സസറീസ് ആണ്. കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടും തീരത്തില്ല കേട്ടോ. കാരണം നമുക്ക് പിന്നെ ഓരോ സാധനങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ്. പക്ഷെ എന്നാലും നമ്മുടെ വീഡിയോ ഡിലേ ആവുന്നുണ്ടെന്ന് ഒരുപാട് കമന്റ് വന്നു. ഇതിനെ കംപ്ലീറ്റ് പെയിന്റ് ചെയ്ത് ഇതിന്റെ ഫൈനൽ പാർട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വണ്ടി ഇവിടം വരെ എത്തിയതിന്റെ 2 പാർട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് പോയി കണ്ടു നോക്കുക. കംപ്ലീറ്റ് ഈ വണ്ടി എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നുള്ളത് ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഈ ബോക്സിനെ നമ്മൾ ഇങ്ങോട്ട് കുറഞ്ഞിടാൻ പോവാണ് കേട്ടോ. ഒരുപാട് കുഞ്ഞു സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ഒരു സാധനമാണ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പിക്ചറാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ വണ്ടി ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ലേസർ ഗൺ ടൈപ്പ് ഒരു സാധനമാണ്. പഴയ സ്പീക്കറിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ ചുമ്മാ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഒരു ഗണ്ണ് ശരിക്കും പറഞ്ഞ ഈ വണ്ടിയുടെ ഇവിടെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിനുശേഷം ബാക്കിൽ നമ്മളൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ ഇരുന്നിട്ട് വെടിവെക്കുന്ന ആൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ സീറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊന്നും നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യുന്നില്ല, കാരണം ഇതിന്റെ എല്ലാം പെയിന്റിങ് നമുക്ക് ഇൻഡിവിജ്വലി ചെയ്യണം. ഒരു മിഷൻ ഗണ്ണിന്റെ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ വയറൊക്കെ കട്ട് ചെയ്ത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. മനസ്സിലായൊരു കമന്റ് ചെയ്യാം കേട്ടോ. എയിം ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ബാക്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഇത്തരം കാര്യങ്ങളാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ മുകളിലത്തെ ഈ ഒരു ക്യാരിയറിൽ വെക്കാൻ വേണ്ടി 2 ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്, തടിയുടെ ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി. പിന്നെ ഒരെണ്ണം നമ്മൾ പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ എനിക്കൊന്ന് വെടിയുണ്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നീളത്തിലുള്ള അല്ലെങ്കിൽ തോക്കൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബോക്സ് ആണ്. ഈ ബോക്സ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ശരിക്കും ടൈ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ അകത്ത് കൊടുക്കുന്ന സീറ്റുകളാണ് കേട്ടോ. ഫോറക് ഷീറ്റിൽ തന്നെ നമ്മൾ ചെയ്തെടുത്ത ഒരു സീറ്റാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം ഇങ്ങനത്തെ പണികളൊക്കെ കുറേ സമയം എടുത്ത് കുറേ ട്രയൽ ആൻഡ് എറർ ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന വീഡിയോ ഇടുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. നമ്മൾ എല്ലാ സാധനങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ സീറ്റിന്റെ മുകളിൽ വരുന്ന ഈ ഒരു ഹെഡ് റെസ്റ്റും കൂടെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കൺവേർഷൻ വരുത്തിയിട്ടുണ്ട്. ഇവിടെ സീറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ സീറ്റിനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നടുക്കൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗിയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വരുന്നത് ബാക്കിലെ ബമ്പറാണ് കേട്ടോ. ബമ്പറിന് നമ്മളൊരു ജെറിക്കാൻ പോലെ ഒരു സ്ട്രക്ചറോടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ജെറിക്കാൻ ഇങ്ങനെ വരും. ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഡോർ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഡോർ താഴേക്ക് തുറക്കാവുന്ന ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് 3-4 കമന്റ് ഞാൻ കണ്ടുള്ളൂ. ഈ ഡോർ ഇതിന് മാച്ചല്ല എന്ന് പറഞ്ഞ് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമൽ ഡോർ പോലെ തന്നെ 2 ഡോർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫിക്സ് ചെയ്യുവാണ് കേട്ടോ, പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും കമന്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത് ശരിയാണ് കേട്ടോ, ആ ഡോർ ഒട്ടും മാറ്റല്ലായിരുന്നു. ഇനിയും ശരിക്കും പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിയിലേക്ക് ചവിട്ടി കയറാൻ വേണ്ടിയുള്ള ഒരു പോർഷൻ ചെയ്തതാണ് കേട്ടോ. ഇത് 2 ഉണ്ട്. ഇത് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ. ഈ ഒരു രീതിയിലാണ് കേട്ടോ ആ സംഭവം ഫിക്സ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് മുകളിലത്തെ ഹെഡ്ലൈറ്റ് ആണ്. ഇതെല്ലാം നമ്മൾ പെട്ടെന്നുള്ള പരിപാടിക്ക് വേണ്ടി ചെയ്തതാണ്. ഈ സാധനം എന്താണെന്ന് മനസ്സിലായ ഒരു കമന്റ് ചെയ്യട്ടോ. ഈ മുമ്പിലെ ബ്ലാക്ക് പോർഷൻ വേറെ ഏതോ ടോയ് കാറിന്റെ ആണ്. ഈ ബാക്കിൽ കൊടുത്തേക്കുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് നമ്മുടെ മുകളിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ആ ചേഞ്ചസ് എല്ലാം നമ്മൾ ഇതിൽ വരുത്താൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇനിയുള്ള സാധനങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു സാധനങ്ങളാണ്. നമ്മളൊരു സ്റ്റിയറിംഗ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തൊരു സ്റ്റിയറിംഗ് ആണ് കേട്ടോ. അതുപോലെ ഒരു ജെറിക്കാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ലാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്ത സാധനമാണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ലുക്കാണ് കേട്ടോ നമ്മുടെ വണ്ടിക്ക് വരുന്നത്. അടുത്തത് സൈലൻസർ ആണ് കേട്ടോ. ഇതൊക്കെ ഹാങ്കറിന്റെ പീസുകളും അതുപോലെ നമ്മുടെ ഫിഷിംഗ് റോഡിന്റെ ഒടിഞ്ഞുപോയ പീസും കംപ്ലീറ്റ് സാധനമൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്തതാണ്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് 2 മിററാണ് കേട്ടോ. ഇത് PVCയും ചെറിയ കമ്പിയും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാവുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ആ ഒരു ഇൻസ്പിറേഷന് കാരണം ഒരുപാട് കമന്റ്സ്, നല്ല രസമുള്ള കമന്റ്സ്, നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള മെസ്സേജസ് വരുന്നുണ്ട്. അതുപോലെ കമന്റ്സും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയുള്ളതെല്ലാം തീരെ ചെറിയ സാധനങ്ങളാണ്. നമ്മൾ 2 വൈപ്പർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പീസ് ശരിക്കും പറഞ്ഞാൽ ബാക്കിലെ നമ്മുടെ ഈ ഒരു ബമ്പർ ഉണ്ടല്ലോ, ഈ ബമ്പറിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ നമുക്ക് വണ്ടിയിൽ അവിടെ എവിടെയും പിടിക്കാനുള്ള ക്ലാമ്പ് പോലത്തെ സാധനങ്ങളാണ്. പെട്രോൾ ടാങ്കിന്റെ ആ ഒരു ക്യാപ്പാണ്. ഇനി ഇതെല്ലാം നമുക്ക് ഇൻഡിവിജ്വലി പെയിന്റ് ചെയ്ത് വേണം അസംബിൾ ചെയ്യാൻ. നല്ല ടാസ്ക് ആണ്. ഹൈ ക്വാളിറ്റി ഓട്ടോമോട്ടീവ് പെയിന്റ് ആണ് കേട്ടോ മേടിച്ചേക്കുന്നത്. എല്ലാം 50 മില്ലിയൊക്കെ വെച്ചിട്ടേ ഉള്ളൂ, കാരണം നമുക്കത് ഇഷ്ടം പോലെയാണ്. പിന്നെ ഇത്തവണ നമ്മൾ പെയിന്റ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു, ചേട്ടാ ബ്രഷ് യൂസ് ചെയ്ത് പെയിന്റ് ചെയ്തത്, കാരണം വർക്കിന്റെ റിസൾട്ട് ഭയങ്കരമായിട്ട് ബോറാകും. അപ്പോൾ നമ്മൾ പുതിയൊരു എയർ ബ്രഷ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രഷ്. അപ്പോൾ ഇത് നമുക്കിത് ഇങ്ങനെ ഒരുപാട് ആക്ഷനൊക്കെ ഉണ്ട്. അമലിനടുത്ത് പോയി 2 ദിവസത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കംപ്രസർ വരുന്നത്. പോർട്ടബിൾ സാധനമാണ്, സി ടൈപ്പ് ചാർജ് ആണ് വരുന്നത്. 2 മോഡുണ്ട് കേട്ടോ. അത്യാവശ്യം പ്രഷർ ഉണ്ട്, കാരണം ഈ ഒരു ബ്രഷിന് അതിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നല്ല സാധനം കേട്ടോ, അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പെയിന്റിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാരേജിൽ ഇരുന്നല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ അതൊരു ക്ലോസ്ഡ് റൂമാണ്. അപ്പോൾ അതിനകത്തിരുന്ന് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെയിന്റിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അതിനുവേണ്ടി നമ്മൾ പുതിയൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടെമ്പററി ആയിട്ട് ഞാനിവിടെ ഒരു പെയിന്റ് ബൂത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ചുമ്മാ ചെയ്തെടുത്തതാണ്. പക്ഷേ ഒരു ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ഒരു കുഞ്ഞ് എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു കറങ്ങുന്ന പ്ലാറ്റ്ഫോം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ കറക്കിയിട്ട് പെയിന്റ് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മുടെ ഗ്യാരേജിൽ ഒരു പെയിന്റ് ബൂത്ത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പെയിന്റിങ്ങുകളെല്ലാം നമ്മൾ ഈ ഒരു എയർ ബ്രഷ് വെച്ചായിരിക്കും പെയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ഒരു പക്ക റിയലിസ്റ്റിക്കലായിട്ടുള്ള ഒരു സാധനം നമുക്ക് ആവശ്യമാണ്, അതുപോലെ ഫംഗ്ഷണലായിട്ട്. അപ്പോൾ എന്താണല്ലോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു പെയിന്റ് ബൂത്ത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ വരും. അപ്പോൾ എന്തായാലും നമുക്ക് പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്ലാസ്റ്റിക് പ്രൈമർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പെയിന്റ് ആണ് കേട്ടോ. അത് പ്ലാസ്റ്റിക്കിൽ കുറച്ചുകൂടെ സ്റ്റിക്കി ആയിട്ട് പെയിന്റ് കറക്റ്റ് ആയിട്ട് പിടിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. ഇത് നമ്മൾ ഓൾറെഡി ബോഡിക്കും ഇന്റീരിയറിനും ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിച്ച് കഴിയുമ്പോൾ എങ്ങനെ വരുന്നത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സ്റ്റൈലാണ് കേട്ടോ നമ്മുടെ പ്രൈമർ. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ചെറിയ രീതിയിലുള്ള പെയിന്റിംഗ് ആണെങ്കിലും സേഫ്റ്റി ഫസ്റ്റ് കേട്ടോ. നമ്മളെപ്പോഴും 2 ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനെല്ലാം നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന അമലാണ് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമലിന് ശരിക്കും എക്സ്പീരിയൻസ് ഉണ്ട്. അമൽ പറഞ്ഞു തന്നാണ്. ഗ്ലൗസ് അതുപോലെ തന്നെ മാസ്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ പാർട്സും നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചു. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പ്രൈമർ കേട്ടോ. ഇതൊരു ഗ്രേ കളറാണ്, PS ഗ്രേ എന്ന് പറയുന്ന കളറാണ്. ഓട്ടോമോട്ടീവ് പെയിന്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോഡിയുടെ പ്രൈമർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി മൊത്തത്തിൽ ഒറ്റ കളർ ആയിട്ടുണ്ട്. ഇനിയും കുറേ പരിപാടികൾ ബാക്കിയാണ്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളോട് നമുക്ക് പെട്ടെന്ന് പെയിന്റ് ചെയ്യാം. അടുത്ത നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇന്റീരിയർ ആണ് കേട്ടോ.
പ്രൈമറും മറ്റേ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചപ്പോഴത്തേക്കും നമുക്ക് തിന്നർ മാത്രം യൂസ് ചെയ്താൽ മതിയായിരുന്നു. പെയിൻറ്റിനകത്ത് നമുക്ക് ഹാർഡനറും കൂടെ യൂസ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ എനിക്ക് പുതിയ അറിവാണ്, ഞാനിതുവരെ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ്. ഇതിനെല്ലാം നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന അമലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിന്നറും ഹാർഡനറും സെയിം ആയിട്ട് ഒഴിച്ച് തന്നെ സെയിം ക്വാണ്ടിറ്റി തന്നെ ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ കളർ ഇച്ചിരി മാറി വരുന്നുണ്ട്. അത് അടിച്ച് കഴിയുമ്പോൾ ഇതിനേക്കാൾ മാറ്റം വരും. ഇതാണ് കേട്ടോ നമ്മുടെ ഏകദേശം ഒരു കളർ വരുന്നത്. ശരിക്കും വണ്ടിക്കൊക്കെ പെയിൻറ്റ് ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ. കാരണം ഈ കറക്റ്റായിട്ട് ഇതിനെ പെയിൻറ്റ് ചെയ്ത് എവിടെ ഒരു വേരിയേഷൻ വരാതെ നമ്മൾ ഇത്ര റഫായിട്ടുള്ളൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അതിനകത്ത് ടെൻഷൻ. അപ്പോൾ റിയലായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂറോളം എടുത്ത് നമ്മൾ കംപ്ലീറ്റ് പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക് ആയിരുന്നു. നമുക്ക് ഈ ബോഡിക്ക് പെയിന്റ് അടിക്കൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. കാരണം സിംഗിൾ പീസ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്തെങ്കിലും അടിക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സമയം എടുത്തത് ഈ കുഞ്ഞു പീസുകൾക്ക് അടിക്കാനാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഓരോന്നിനെ ഇതുപോലെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് അടിച്ചത്. ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണി വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിംഗിൾ കളറാണ്. നമുക്കിത് പല സ്ഥലത്തും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ റഫ്നെസ് വരുത്താൻ വേണ്ടി കുറച്ച് ചെളിയുടെയും കുറച്ച് ബ്ലാക്ക് മിക്സും അതുപോലെ തന്നെ കുറേ കളർ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇന്റീരിയറിന് നമുക്ക് വേറൊരു ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെല്ലാം അസംബിൾ ചെയ്യണം. ഫൈനലി നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റ് ജോബ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ചെയ്ത് വന്നപ്പം ഏകദേശം 4 ദിവസത്തോളം എടുത്തു ഇതിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി. ഇനിയുള്ള അടുത്തൊരു മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ പാർട്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അസംബിൾ ചെയ്യണം. അപ്പോൾ അതെ നമ്മുടെ പാർട്സിനെ എല്ലാം നമുക്ക് ഇങ്ങോട്ട് ഇടാം. ഇനി ഇതിൽ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഇൻറ്റീരിയറിനെ നമ്മൾ റഫ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒറ്റ സിംഗിൾ പെയിൻ്റ് അല്ലാതെ നമ്മളിതിൽ 3-4 പെയിൻറ്റ് മിക്സ് ചെയ്താണ് കേട്ടോ അടിച്ചേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സീറ്റ് നോക്കുവാണെങ്കിൽ ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ചെളി പിടിച്ച ഒരു ഫീലാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയുടെ ചേസിനും സത്യം പറഞ്ഞാൽ നമ്മളിത് ഫുള്ള് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇത് ഓരോ പാർട്ടും നമ്മൾ അഴിച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഇൻറ്റീരിയർ ഫിറ്റ് ചെയ്യാമേ. ഇനിയിപ്പോൾ നമുക്ക് ബോഡി നമ്മുടെ ചേഴ്സയിലേക്ക് ഒന്ന് വെച്ച് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് വെച്ചപ്പോഴൊക്കെ ഏകദേശം ഹൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. വലിയ കുഴപ്പങ്ങളില്ലാന്ന് തോന്നുന്നു. ഇതേ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓരോ സ്റ്റേജ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരുവാണ്. ഇനിയും കുറേ ആക്സസറീസ് ഉണ്ട് ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കുറേ സാധനങ്ങളുള്ളത് ബാക്കിലാണ് കേട്ടോ. റേസർ ഗണ്ണ് പോലെയാണോ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കിലെ സീറ്റാണ് കേട്ടോ.
അടുത്ത നമ്മുടെ ഫൈറ്റർ ഗണ്ണാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗണ്ണ് വേണമെങ്കിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വെടിവെക്കാനൊക്കെ പറ്റുന്ന സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് പെട്രോൾ ടാങ്കിൻ്റെ ഒരു ലിഡ് വരുന്നുണ്ട്. ഒരു സൈലൻസർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു റഫ് ലുക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞൻ മിറേഴ്സ്. ഇത് അടുത്ത നമ്മുടെ ഗ്രില്ലാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ 2 ബോക്സും കൂടെ നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുവാണ്. നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം നമ്മളിപ്പം വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിൻഷീൽഡും വൈപ്പറും മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് റഫ് ലുക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു കോട്ട് മാറ്റ് ക്ലിയറും കൂടി അടിക്കുവാണ്. അങ്ങനെ മാറ്റടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഗ്ലേസിംഗ് ലുക്ക് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വിൻഷീൽഡും വൈപ്പറും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടീനെ ഓൺ റോഡ് ഒന്ന് ഓടിച്ച് നോക്കണം. അതിനു മുമ്പ് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡി ഫിക്സ് ചെയ്തിട്ടില്ല, ടെമ്പററി ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഞാനിതിൻ്റെ വർക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടി വന്ന് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ട് താഴെ ഇരിപ്പുണ്ട്. അവനെ കൊണ്ട് കാണിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് മുറ്റത്തോടെ ഒന്ന് ഓടിക്കാം. അതെന്നാ വണ്ടിയാ? ആരാ ഉണ്ടാക്കിയേ? കാണണോ? ആ ഇപ്പൊ കാണിക്കാം കേട്ടോ. ഇത് ജീപ്പാ അല്ലേ? നമുക്ക് പുറത്തോണ്ട് ഓടിച്ചാലോ? ഓടിവാ. കാരണം ഇവനെതിരേക്ക് ഞാൻ ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമായിരുന്നു. ആ തണലത്ത് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ വെച്ച് ഓടിച്ചാലോ? ഇവിടെ ഇരിക്കട്ടെ. നമ്മളാ പണി തുടങ്ങി കേട്ട് ഇതുവരെ ഇതിനെ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഓടിക്കട്ടെ. ഓ കുഴപ്പമില്ല കേട്ടോ, സാധനം വർക്കിംഗ് ആണ്. കാരണം നമ്മൾ ഈ 2-3 പ്രാവശ്യം അഴിച്ച് ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ റണ്ണിങ്ങിൽ എന്തെങ്കിലും വിഷയം വരുമോന്ന്. ഇപ്പോൾ ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ടി മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോഡിക്ക് സത്യം പറഞ്ഞാൽ വെയിറ്റ് ഒന്നുമില്ല. ഇതിപ്പോൾ അത്യാവശ്യം വെയിറ്റ് കയറിയതുകൊണ്ട് ഓടിക്കുമ്പോഴത്തേക്കിനും ഒരു രസമുണ്ട്. കാരണം വണ്ടി കണ്ടു ഇതൊക്കെ കയറുന്ന സമയത്താണെങ്കിലും വണ്ടിക്ക് അങ്ങനെ വലിയ ചാട്ടമൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ഡ്രൈവ് ആണ് കേട്ടോ. നല്ല രസമായിട്ടാണ് ഓടുന്നത്. പിന്നെ വണ്ടിക്ക് ഒരു മൊത്തത്തിൽ ഒരു ചെളിയുടെ കളറായതുകൊണ്ട് ഒരു ഓഫ് റോഡ് ലുക്കാണ് കേട്ടോ. വഴിയോട്ട് പോയാലോ? റെഡി? ആ ഓക്കെ, നമ്മൾ പോവാണ്. ടോയ് ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ ത്രോട്ടിൽ കൺട്രോളോ അല്ലെങ്കിൽ പ്രൊപ്പൽഷൻ സ്റ്റിയറിംഗ് അങ്ങനത്തെ സാധനമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ മണ്ണിനകത്തൂടെ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് വണ്ടി ഇച്ചിരി ഒന്ന് സ്ട്രഗിൾ ചെയ്താണ് പോകുന്നത്. പക്ഷേ അത് രസമുണ്ട്. അതുകൊണ്ട് സസ്പെൻഷനൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നമ്മുടെ ചാനലിൽ വരുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വഴി വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞ് സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. മോൻ്റെ പേരെന്നാടാ? ജോവിറ്റ്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ വീഡിയോസും ഇവൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? വില്ലീസിൻ്റെ ഓഫ് റോഡ് ആണ്. വില്ലീസ് ആണോ ഏറ്റവും ഇഷ്ടം? ജീപ്പാണോ ഏറ്റവും ഇഷ്ടം? ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ്? വിദ്യാധിരാജ. അപ്പോൾ ഒത്തിരി താങ്ക്സ് കേട്ടോ. അടിപൊളി വീഡിയോസ് ഇനിയും ചെയ്യാവേ. നല്ല ഇടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ പണിയാണ്. കാരണം നമ്മൾ ഫോറക് ഷീറ്റ് ആയതുകൊണ്ട് ഇച്ചിരി റിസ്ക്കാണ്.